വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെറുപഴം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡ്രിങ്ക് കൊണ്ട് നമുക്ക് ദാഹവും വിശപ്പും ഒരുമിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 400 ml ഒരു ഗ്ലാസ് ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 ചെറുപഴം വേണം. ഇത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അര പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 ലിറ്ററോളം വരും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബൂസ്റ്റിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 1 ടീസ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര കൂടെ വേണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രോസൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുപഴം ഈ 2 തന്നെ മതിയാവും. ഇത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രിങ്ക് കുറച്ച് തിക്കായി പോകും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് തന്നെ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ ഡ്രിങ്കിൻ്റെ മുകളിലായിട്ട് ഒരല്പം ബൂസ്റ്റിൻ്റെ പൊടി വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.